അനവധി കേസുകൾ എന്നതുപോലെ നമ്മുടെ മുന്നിലൊക്കെ വരുന്നു. പല രീതിയിൽ അതുമായി ഇടപെടുന്ന ആളുകളായിരിക്കാം ഇവിടെ ഇരിക്കുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. മുൻകാലങ്ങളിൽ വിവാഹം നടന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ വല്യപ്പമാർ, വല്യമ്മമാർ, നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ കുടുംബങ്ങൾ വളരെ സുഖകരമായി സന്തോഷത്തിൽ ജീവിച്ചിട്ടുണ്ട്. 90 വയസ്സുവരെയും 100 വയസ്സുവരെയും ഒക്കെ വല്യപ്പയും വല്യമ്മയും എത്ര സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞുകൂടിയത്. അവസാനം അവർ വേറുപെടുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത വേദനയായി മനസ്സിന് പോലും ചരട് അറ്റുപോകുന്ന മാനസികമായ വലിയ വ്യഥകളിലേക്കൊക്കെ ഇണയെ നഷ്ടപ്പെടുന്നതോടെ ആളുകൾ എത്തിയത് നമ്മൾ കാണുന്നുണ്ട്. എത്രയോ പ്രായമുണ്ടാവും, പക്ഷെ ഇണയെ നഷ്ടപ്പെടുന്നതോടുകൂടി അവർക്ക് മാനസിക നില പോലും തെറ്റുന്നു. അത് മനസ്സിന്റെ ആഴത്തിലുള്ള സ്നേഹം കൊണ്ട് സംഭവിക്കുന്നതാണത്. പക്ഷെ ഈ ഒരു ആത്മബന്ധത്തിന്റെ ആഴവും അഴകും നമ്മുടെ കാലത്തുള്ള വിവാഹ ബന്ധങ്ങളിൽ അധികവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. തീരില്ല എന്നതിന് അർത്ഥമില്ല, ധാരാളമുണ്ട്. പക്ഷെ വലിയ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായി വളരെ വേഗതയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമയത്തിന് വേഗത കൂടുന്നൊരു കാലത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. സമയത്തിന് വേഗത കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? 24 മണിക്കൂർ 12 മണിക്കൂറായി ചുരുങ്ങലല്ലോ. അന്നും ഇന്നും 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് ഈ വേഗത? വേഗത വാച്ചിനല്ല സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിനാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനാണ് വേഗത കൂടുന്നത്. വാച്ചിന് വേഗത ഒന്നും കൂടുന്നില്ല, സമയത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ജീവിതം വല്ലാതെ വേഗത കൂടിയിരിക്കുന്നു. ഈ വേഗതയിൽ സംഭവിക്കുന്ന ചില കുഴപ്പങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കുഴപ്പം നമ്മുടെയൊക്കെ അനുഭവമാണ്, നമ്മൾ കാണുന്നതാണ്. ഇതൊരു വലിയ ഫിലോസഫിയായി ദർശനമായി പറയേണ്ട കാര്യമൊന്നുമല്ല, നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനമായി ബാധിച്ചത് നമ്മുടെ ബന്ധങ്ങളിലാണ്. ബന്ധങ്ങൾക്ക് ആഴം കുറയുന്നു. ഒന്ന് പരസ്പരം കണ്ടിരിക്കാൻ, സംസാരിച്ചിരിക്കാൻ, മനസ്സ് തുറന്നൊന്ന് പങ്കുവെക്കാൻ, ഹൃദയം അറിഞ്ഞുകൊണ്ട് ഒന്ന് പുഞ്ചിരിക്കുവാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ഒന്ന് മനസ്സിന്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ, ഇതിനൊക്കെ ഈ വേഗത പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ തെരുവുകളിൽ കഴിയുന്ന കുടുംബങ്ങളില്ലേ, 100 രൂപയോ 200 രൂപയൊക്കെ ആയിരിക്കും ഒരു ദിവസത്തെ വരുമാനം. ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് വല്ല ഭക്ഷണവും വാങ്ങിക്കഴിച്ച് അവരെത്ര സന്തോഷത്തോടു കൂടിയാണ് രാത്രി കിടന്നുറങ്ങുന്നത്. എത്ര ആനന്ദകരമായിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. ചെറിയ ചെറിയ കുടിലുകൾ, ഒരു ദിവസത്തെ ജോലിക്ക് പോകുന്നു, കിട്ടിയ വരുമാനം കൊണ്ടുവരുന്നു, ഭക്ഷണം കൊണ്ടുവരുന്നു, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. രാവിലെയും അത് തന്നെ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് വഴക്കും വക്കാണവും ഒന്നുമില്ല, ദുരഭിമാനങ്ങളില്ല. എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ പ്രശ്നം പണമല്ല, സമ്പത്തൊന്നുമല്ല മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. മറിച്ച് വേറെ ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ കുറിച്ച് നമ്മുടെ ദീന് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളും, വീട് ചെറുതാണെങ്കിലും ജീവിതം എത്ര ദുഷ്കരമാകുമ്പോഴും വളരെ ആനന്ദകരമായൊരു ജീവിതം സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാഗുരുവാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാൾ വീട്ടിലേക്ക് വരുന്നു, വിശന്നൊട്ടി വീട്ടിലേക്ക് വരുന്നു, വെയിലേറ്റു വാടിത്തളർന്ന് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഭാര്യ പറയാണ്, ഇവിടെ ഒന്നുമില്ല, ഇന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്തേ? അല്ല, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ എനിക്കിന്ന് നോമ്പാണ്. ഇതാ പറയണത്. എന്നാൽ എനിക്കിന്ന് നോമ്പാണ്. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇന്നലെ പറഞ്ഞുകൂടായിരുന്നോ? വിശന്നൊട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോഴാണോ അങ്ങനെ പറയുന്നത്? ഇതൊന്നും പറഞ്ഞില്ല. ഭക്ഷണമില്ലേ? ഇല്ല. എന്നാൽ എനിക്കിന്ന് നോമ്പാണ്. ഈ പറഞ്ഞത് ആരാണ്? ലോകഗുരുവായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഒരു ജീവിത രീതിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട കാര്യം എന്താണ്? വിവാഹ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി ഒരാളെ മനസ്സിലാക്കലും ഉൾക്കൊള്ളലുമാണ്. പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒരാളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരികൾ മാത്രം മനസ്സിലാക്കലല്ല, അയാളുടെ പോരായ്മകൾ കൂടി മനസ്സിലാക്കലാണ്. അതാണ് ഒരാളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനാണ്, ഓരോ മനുഷ്യനും ഓരോ മനസ്സാണ്,
ഓരോ മനസ്സിനും ഓരോ അവസ്ഥയാണ്. മൂഡ് എന്ന് നമ്മൾ പറയില്ലേ, ഓരോ മനസ്സിനും ഓരോ മൂഡാണ്, ഓരോ അവസ്ഥയാണ്. ആ ഓരോ അവസ്ഥക്കനുസരിച്ചാണ് ഓരോ മനുഷ്യനും പ്രതികരിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, സംസാരിക്കുന്നത് പോലും. ആ മനസ്സിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് ഓരോ മനുഷ്യനോട് സംസാരിക്കാൻ പറ്റിയാൽ, ഓരോ മനുഷ്യനെയും അങ്ങനെ സ്വീകരിക്കാൻ പറ്റിയാൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ആ ഒരവസ്ഥ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ജീവിതത്തിലെ ബന്ധം എന്ന് പറയുന്നത് സ്വാഭാവികമായും വിവാഹബന്ധമായിരിക്കും. അപ്പൊ ആ മനസ്സിലാക്കൽ തന്നെയാണ്, ഉൾക്കൊള്ളൽ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നമ്മുടെ ഇമോഷൻ നമ്മൾ ആരോടാണോ ഷെയർ ചെയ്യുന്നത്, നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ചെറിയ ചെറിയ ജീവിതത്തിലെ രസങ്ങൾ, ഇതൊക്കെ നമ്മൾ ആരോടാണോ പങ്കുവെക്കുന്നത്, ആരോടാണോ പറയുന്നത്, ആ ആള് നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. ഞാനതൊക്കെ പറയണത് എന്റെ ഒരു സുഹൃത്തിനോടാണെങ്കിൽ ആ സുഹൃത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും. ലോകത്ത് ഞാൻ എവിടെ പോയാലും ആ സുഹൃത്തിനോടുള്ള ബന്ധത്തില് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മെസ്സേജ് അയച്ചുകൊണ്ടും ഫോൺ ചെയ്തുകൊണ്ടും പരസ്പരം ആ ഷെയറിങ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഞാൻ മനസ്സ് പങ്കുവെച്ച ആളാണ്. ജീവിതത്തിലെ ചെറുതും വലുതുമായ രസങ്ങൾ ഞാൻ പങ്കുവെച്ചത് ആരോടാണോ, നമ്മൾ പങ്കുവെക്കുന്നത് ആരോടാണോ, ആ ആള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ആ സ്ഥാനത്ത് നമ്മുടെ ഇണയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ് ആ സ്ഥാനത്തുള്ളതെങ്കിൽ ആ ബന്ധം എത്ര മനോഹരമായിരിക്കും. എത്ര അകന്നാലും അവരകലൂല, എത്ര വേർപെട്ട് ജീവിക്കേണ്ടി വന്നാലും അവർ വേർപെടൂല. അവരുടെ മനസ്സുകൾ തമ്മിലാണ് ബന്ധം, അവരുടെ കണ്ണുകൾ തമ്മിലല്ല ബന്ധം, അവരുടെ ശരീരങ്ങൾ തമ്മിലല്ല ബന്ധം, അവരുടെ ഹൃദയങ്ങൾ തമ്മിലാണ് ബന്ധം. ഹൃദയങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാവുമ്പോൾ അവിടെ വേർപെടലുകൾ ഉണ്ടാവില്ല. എത്ര ദൂരേക്ക് വേർപെടുമ്പോഴും ആ ബന്ധത്തിന് ആഴം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്ന ഏറ്റവും സുപ്രധാനമായൊരു കാര്യവും, രണ്ടാമത്തേത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്ന, എല്ലാം പങ്കുവെക്കുന്ന ഒരാളായി നമ്മുടെ ഇണയെ സ്വീകരിക്കുമ്പോൾ ബന്ധത്തിന് സൗന്ദര്യം വർദ്ധിക്കുന്നു. ഇന്ന് പല വിവാഹ പ്രശ്നങ്ങളും ഈ ഭാര്യയും ഭർത്താവും ഒക്കെ വരുമ്പോ അവർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. ഒരു പരിഹാരവും കാണാൻ കഴിയാത്ത, മൂന്നാമതൊരാൾ ഇടപെട്ടാൽ പോലും പരിഹാരം കാണാൻ കഴിയാത്ത അത്ര ഗുരുതരമായ ഗൗരവമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലോ മൂന്നാമതായി ഇടപെടുന്ന ആൾക്ക് മനസ്സിലാവും വളരെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇവരുടെ സംസാരം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വേർപിരിയലല്ലാത്തൊരു പരിഹാരമില്ല, പരസ്പരം രണ്ടായി ജീവിക്കുകയല്ലാതെ മറ്റൊരു പരിഹാരമേ ഇല്ല എന്ന രൂപത്തിലാണ് പലപ്പോഴും സംസാരം മുന്നോട്ട് പോവുക. പക്ഷേ മൂന്നാമതൊരാൾക്ക് അത് വളരെ നിസ്സാരമായി തോന്നും. ഒന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ, മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ, ഒന്ന് മാപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മാപ്പ് കൊടുക്കുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് ദുരഭിമാനം ഒന്നും ഇല്ലാതാക്കിയാൽ മതി, ജയവും തോൽവിയും ഒന്നും ഇല്ലാതാക്കിയാൽ മതി, കള്ളനും പോലീസും കളി ഇല്ലാതാക്കിയാൽ മതി, അവിടെ സൗഹൃദം ഉണ്ടായാൽ മതി. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും ഉന്നതമായ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം അതാണ്. സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം. അതാണ്. കൂടെയുള്ള ആളുകളെ റസൂൽ എന്താ വിളിച്ചത്? വിദ്യാർത്ഥികൾ എന്നല്ല വിളിച്ചത്, അനുയായികൾ എന്നല്ല വിളിച്ചത്, പിന്നെന്താ വിളിച്ചത്? സഹാബികൾ എന്നാണ് വിളിച്ചത്. ആ സുഹാബ് എന്താണ്? സഹാബി എന്ന് പറഞ്ഞാൽ ചങ്ങാതി എന്നാണ്. കൂടെയുള്ള ആളുകളെ ചങ്ങാതികൾ എന്ന് വിളിച്ചു റസൂൽ. സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം. അതല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഭാര്യമാരോടുള്ള റസൂലുള്ളാഹിയുടെ ജീവിതം ആലോചിച്ച് നോക്കൂ, സൗഹൃദമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആർത്തവകാരിയായിരിക്കുന്ന സമയത്ത് പോലും അവര് പറയാണ്, റസൂലുള്ളാഹി എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി തരും, പാലോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ഞാൻ കുടിക്കുന്ന സമയത്ത് അവര് പറയാണ്, ഞാൻ കുടിച്ച് പകുതിയാക്കുമ്പോൾ റസൂലുള്ളാഹി അത് വാങ്ങും, ആ പാത്രം പിടിച്ചു വാങ്ങും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇണ ചുണ്ട് വെച്ച ഭാഗം ഏതാണോ അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പാൽ അല്ലെങ്കിൽ ബാക്കി വെള്ളം കുടിക്കുന്നു. ഭാര്യയുടെ മുടി കണ്ടത് കാരണം വലിയ കലാപങ്ങൾ ഉണ്ടായ വീടുകൾ നമ്മുടെയൊക്കെ പരിചയങ്ങളിലുണ്ടാവും. ഭക്ഷണത്തിൽ ഭാര്യയുടെ മുടി കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ലോക ഗുരു മാതൃകയാകുന്നത്. ഭാര്യ ചുണ്ടുവെച്ച് അതേ സ്ഥലത്ത് ചുണ്ടുവെച്ചിട്ട് വെള്ളം കുടിക്കുന്നു.
റസൂലിന് ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആലോചിക്കാതെ പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ ആയിഷ. പുരുഷന്മാരിൽ ആരെയാണ് റസൂലിന് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ആയിഷയുടെ പിതാവ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല പറഞ്ഞത് എന്റെ ആയിഷയുടെ പിതാവ് എന്ന്. ആ സ്നേഹത്തിന്റെ ആഴം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് ഓരോ ഇണയ്ക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ പറയാനുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്, റസൂലുള്ളാഹിയുടെ ശേഷം കൂടുതൽ കാലം ജീവിച്ചത് എന്നതുകൊണ്ട് അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്നേ ഉള്ളൂ. സൗഹൃദമായിരുന്നു. ഓട്ടമത്സരം ഭാര്യയോടൊത്ത് നടത്തുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മെലിഞ്ഞ പ്രകൃതമായിരുന്നു ആദ്യകാലത്ത്, അതുകൊണ്ട് ആദ്യം അവർ ജയിച്ചു. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം അവർ തടി കൂടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂൽ അവരെ തോൽപ്പിച്ചു. 2 ഓട്ടമത്സരങ്ങളാണ്. ആദ്യം ആയിഷ ബീവി ജയിച്ചു, പിന്നെ റസൂലുള്ളാഹി ജയിച്ചു. ആരാ ഈ ഓട്ടമത്സരമൊക്കെ സാധാരണ നടത്താറുള്ളത്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആർക്കിടയിലാണ് സാധാരണ സംഭവിക്കാറുള്ളത്? സുഹൃത്തുക്കൾക്കിടയിലാണ് സംഭവിക്കാറുള്ളത്. ആയിഷ ബീവി പറയുന്നുണ്ട്, എന്നെ ആയിഷ എന്ന് വിളിക്കൂല, ആയിഷ് എന്നാ വിളിക്കുക, അല്ലെങ്കിൽ ചുവന്നവളെ എന്ന് വിളിക്കും, അതല്ലെങ്കിൽ അബൂബക്കറിന്റെ മകളെ എന്ന് വിളിക്കും. ആയിഷ എന്നല്ല വിളിക്കുക. ആ വിളിയിൽ പോലും ഒരു ഓമനത്വമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പേർഷ്യക്കാരനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹം റസൂലിനെ ഒരിക്കൽ സൽക്കാരത്തിന് വിളിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, എന്റെ ഭാര്യയെ കൂടി കൂട്ടട്ടെ, അവളുണ്ട് അവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട റസൂൽ, നിങ്ങൾ മാത്രം വന്നാൽ മതി. എന്നാ ഇപ്പൊ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ആക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് മാസത്തിന് ശേഷം പിന്നെയും അദ്ദേഹം സൽക്കാരത്തിന് വിളിച്ചു. അപ്പൊ റസൂൽ ചോദിച്ചു, എന്റെ ഭാര്യയുണ്ട്, അവരെ കൂടി കൊണ്ടുവരട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ മാത്രം വന്നാൽ മതി, എന്നാൽ ഇപ്പൊ വേണ്ട, പിന്നെ ആക്കാന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അവരെ കൂടി കൊണ്ടുവരട്ടെ. അവരെ കൂടി കൊണ്ടുവന്നോളൂ, എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവരെയും കൊണ്ടാണ് ആ സൽക്കാരത്തിന് പോകുന്നത്. ഇതൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് റസൂലുള്ളാഹിയുടെ ഇണകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ആളുകൾ മാത്രമാണ് സ്ത്രീകൾ. അടിച്ചുവാരിയോ, പാത്രം കഴുകിയോ, വസ്ത്രം അലക്കിയോ, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കിയോ, ഭക്ഷണം ഉണ്ടാക്കിയോ, ഇങ്ങനെ തുടങ്ങിയ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ആള് മാത്രമാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതല്ല. കുടുംബത്തിലുള്ള കാര്യങ്ങൾ പോലും ഒരു കൂട്ടുത്തരവാദിത്വമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നത്. എങ്ങനെയായിരുന്നു റസൂൽ വീട്ടിൽ പെരുമാറിയിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഒഴിവുള്ള സമയത്ത് വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തു തരും. ഞങ്ങളെ എല്ലാ കാര്യത്തിലും സഹായിക്കും. ബാങ്ക് വിളിച്ച പള്ളിയിൽ പോകും, വേറെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പോകും. പക്ഷെ വീട്ടിലെത്തിയാലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ടതാണ് എന്ന രീതിയിലായിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾ. കൂട്ടുത്തരവാദിത്തമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നു, ഒരുമിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഒരുമിച്ച് സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു, ഒരുമിച്ച് സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ബർക്കത്തുണ്ട്. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം, അല്ലെ? ഒരുമിച്ച് ഖുർആൻ പാരായണം ചെയ്ത് അത് ചർച്ച ചെയ്യുന്ന കുടുംബം, ഒരുമിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന കുടുംബം, ഒരുമിച്ച് സേവന പ്രവർത്തനങ്ങളിലും മറ്റു നല്ല കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്ന കുടുംബം. എന്റെ അടിയാറുകളുടെ കൈ നീ പിടിച്ചോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ഒറ്റയ്ക്ക് മറുപടി പറയാനല്ല, കുടുംബത്തോടൊപ്പം മറുപടി പറയാൻ കഴിയുന്ന വലിയ സത്യവിശ്വാസികളുണ്ടല്ലോ. അവർക്ക് ജീവിതമുള്ള ഒരുപാട് നേടിയ ആളുകളാണ്. അല്ലാഹു നാളെ ചോദിക്കും, നിന്റെ ചുറ്റുമുള്ള എന്റെ അടിയാറുകളുടെ കൈ നീ പിടിച്ചോ, അവരെ കണ്ണുനീര് നീ തുടച്ചോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവേ, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അത് ചെയ്തിട്ടുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബർക്കത്ത്, അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുന്നത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടാവലല്ല, കുറെ ഐശ്വര്യങ്ങൾ ഉണ്ടാവലല്ല, മറിച്ച് ഉള്ള ഐശ്വര്യങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷമാണ്, രസമാണ്, ആനന്ദമാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ആ ബർക്കത്ത് നഷ്ടപ്പെടുന്നു പലപ്പോഴും നമ്മുടെ ചുറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന്. അവിടെ ഏറ്റവും പ്രധാനമായ 2 പ്രശ്നങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഒന്ന്, പരസ്പരം മനസ്സിലാക്കുന്നിടത്ത്, ഉൾക്കൊള്ളുന്നിടത്ത് വലിയ പോരായ്മകൾ സംഭവിക്കുന്നു. രണ്ടാമതായി, ഉള്ളു തുറന്ന് മനസ്സിലെ ഇഷ്ടം പറയാനും പങ്കുവെക്കാനും മടി കാണിക്കുന്നു. നീ പറയൂ, കേട്ടിരിക്കാൻ എനിക്ക് താല്പര്യമാണ്
എന്ന് പറഞ്ഞ് കൂടെയിരിക്കാൻ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വാക്കുകളിലൂടെയല്ല പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കാൻ പരസ്പര ഇണകൾക്ക് സാധിക്കുമ്പോൾ ആ ബന്ധത്തിന് മനോഹാരിത വർദ്ധിക്കുക തന്നെ ചെയ്യും. ഏറ്റവും വലിയ സത്യമുള്ള ബന്ധമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സത്യമാണത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാക്കുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബന്ധമാണത്. ചുറ്റും നമ്മളെ വശീകരിക്കുന്ന സത്യമല്ലാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങളിലേക്ക് പെട്ടുപോകാൻ എളുപ്പമാണിന്ന്. സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കാൻ സാഹചര്യങ്ങളും സാധ്യതകളും വളരെ അധികമാണ്. പരസ്പരം പറ്റിക്കുകയും കള്ളനും പോലീസും കളിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ്, ബെഡ്റൂമുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അധികവും. പരസ്പരം പറ്റിക്കുന്നു, ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്നു. പരസ്പരം ഒരു പറ്റിക്കൽ ജീവിതം. കള്ളനും പോലീസാകുന്നു, ഒരാൾ കള്ളനാകുമ്പോൾ മറ്റേയാൾ പോലീസാകുന്നു. ഇങ്ങനെ മറച്ചുപടിക്കലും മറച്ചുവെക്കലുമായി മാറുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് പരസ്പരം വസ്ത്രങ്ങളാണ്. എത്ര മനോഹരമാണ് ഖുർആനിന്റെ ആ ഒരു വിശകലനം ആലോചിച്ച് നോക്കൂ. വസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞു. കുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. വസ്ത്രം എന്തിനാണ്? വസ്ത്രത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. വസ്ത്രം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നടക്കുന്നുണ്ട്. നമുക്ക് സുരക്ഷിതത്വമാണ്. മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണ്. ഒരുപാടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർ അറിയരുത്, കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രത്തിന്റെ മുന്നിൽ നമുക്ക് മറച്ചു വെക്കാൻ വല്ലതുമുണ്ടോ? ഒന്നുമില്ലല്ലോ. വസ്ത്രത്തിന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാനില്ല. കുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ബന്ധം, ഒന്നും ഹൈഡ് ചെയ്യാത്ത ബന്ധം. അവൾ അറിയാത്തൊരു പാസ്വേഡ് ഇവനില്ല, ഇവൻ അറിയാത്തൊരു പാസ്വേഡ് അവൾക്കുമില്ല. അവൾ അറിയാത്തൊരു സുഹൃത്ത് ഇവനില്ല, ഇവൻ അറിയാത്തൊരു സുഹൃത്ത് അവൾക്കുമില്ല. സുതാര്യമാണ് ബന്ധം. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾക്കിടയിലാണ് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുന്നത്. ആ ബർക്കത്ത് ലഭിക്കുന്ന അനുഗ്രഹീതമായ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പോറലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് അത് പങ്കുവെച്ചുകൊണ്ടും മാപ്പ് കൊടുത്തുകൊണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ടും ആ ബന്ധത്തെ കൂടുതൽ മനോഹരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരവും പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തില് ഈ ഐശ്വര്യവും നന്മയും ബർക്കത്തും അള്ളാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. മനസ്സ് തുറന്ന് സ്നേഹിക്കുവാനും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം പരസ്പരം പങ്കുവെക്കാനും കഴിയുന്ന നല്ല സൗഹൃദങ്ങളായി നമ്മുടെ വിവാഹ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ അള്ളാഹു മാറ്റിത്തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, മനോഹരമായ ജീവിതത്തിന്റെ മാതൃക കാണിച്ചു തന്ന് നമ്മിൽ നിന്ന് കടന്നു കഴിഞ്ഞു പോയിട്ടുള്ള വല്യുപ്പമാർ, വല്യമ്മമാർ, പ്രിയപ്പെട്ടവർ, അള്ളാഹു അവർക്കെല്ലാവർക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായ ആളുകൾ, കടങ്ങൾ കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട്, മക്കളില്ലാത്തതുകൊണ്ട്, മക്കളുടെ പലതരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട്, വാർദ്ധക്യം കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം അള്ളാഹു അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുത്ത് സമാധാനം നിറഞ്ഞൊരു ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ.